ചിത്രം പേസ്തടി, നന്ദലാല, ഓനയാട്ടുംകുട്ടി, അഞ്ചാത്തെ, മുഹമ്മൂടി, യുദ്ധൻ സൈ, സൈക്കോ, പിശാജ്, തുപ്പരിവാലൻ. ഇത്രയും പറഞ്ഞപ്പോ തന്നെ ആളെ മനസ്സിലായി കാണും. അതെ, മിഷ്കിൻ. 2006 പുറത്തിറങ്ങിയ ചിത്രം പേസ്തടി ആണ് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ. വളരെ ലളിതമായ ഒരു പ്രണയകഥ. പക്ഷെ അദ്ദേഹത്തിന്റെ ശൈലി വന്നപ്പോൾ ആ വർഷത്തെ ഹിറ്റുകളിലൊന്നായിരുന്നു. തുടർന്ന് 2008 വന്ന അഞ്ചാത്തെ ആ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. പിന്നീട് മിഷ്കിൻ സമ്മാനിച്ചത് മുഴുവൻ ഹിറ്റുകളായിരുന്നു. എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഞാൻ പലവരോടും മിഷ്കിന്റെ മൂവീസ് കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ചിലവർക്കറിയാം, ചിലവർക്ക് അറിയത്തില്ല. അതിന്റെ കൂടെ തന്നെ ഞാൻ ചോദിച്ചു ലോകേഷിന്റെ മൂവീസിന്റെ കാര്യം. അപ്പൊ അവര് പെട്ടെന്ന് പറയുന്നുണ്ട് കൈദി, ലിയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ എൻ്റെ ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ മിഷ്കിന്റെ മൂവീസ് അറിയാത്തത്? അല്ലെങ്കിൽ ചില മൂവീസ് മാത്രം അവർ പറയുന്നത് എന്താണെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകളിൽ രാത്രി, മഴ, നിഴലുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. തന്റെ സിനിമകളിൽ കുറസോവയുടെ ഇഫക്റ്റുകൾ കാണുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. തുപ്പരിവാലൻ, അഞ്ചാത്തെ, ഓനയാട്ടുംകുട്ടിയും, യുദ്ധൻ സൈ തുടങ്ങിയ സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ ഒരു ക്രൈം ത്രില്ലറിനോടുള്ള ഇഷ്ടമൊക്കെ നമുക്ക് മനസ്സിലാവും. ഇദ്ദേഹത്തിന്റെ എല്ലാ മൂവീസിന്റെ റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, കാണാത്തവരുണ്ടെങ്കിൽ മാക്സിമം കാണാൻ നോക്കുക.